നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. വന്ദേ ഗുരുപരമ്പരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പൂന്താനത്തിന്റെ പ്രഭാഷണം കേൾക്കാനിടയായ പട്ടേരി എന്താന്ന് കേട്ടത്? യദ്യദിഷ്ടതമം ലോകേ യച്ചാതിപ്രിയമാത്മന തത്തന്നിവേദയേന്മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. ഇത് കേട്ടിട്ടുള്ള അദ്ദേഹം തീർച്ചയാക്കി തനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ചിട്ടുള്ള കവിത്വം അത് ഭഗവാന് തന്നെ അങ്ങോട്ട് സമർപ്പിക്കാം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പിതങ്ങളായാലേ അതിനൊരു പൂർത്തീകരണം അഥവാ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആവുമ്പോഴേ അതിനൊരു ശോഭ, പ്രകാശം, ആ ജീവിതത്തിനൊരു തിളക്കം ഉണ്ടാവും. നോക്കാം, അനേകം ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും. ഒരെണ്ണം നോക്കാം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര്. അദ്ദേഹം തനിക്കിഷ്ടമുള്ള സംഗീതത്തെ ഗുരുവായൂരപ്പന്റെ സന്തോഷത്തിനായിട്ട് സമർപ്പിച്ചു. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനെ കേരളത്തിനകത്തും പുറത്തൊക്കെയുള്ള അനേകം സംഗീത സഭകളിലേക്ക് പാട്ടുപാടുന്നതിന് ക്ഷണിക്കും. പ്രത്യേകിച്ച് അന്നത്തെ മദ്രാസ്, ഇന്ന് നമ്മൾ ചെന്നൈ എന്ന് പറയുന്ന ആ നഗരത്തിലേക്ക്, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മുംബൈ എന്ന് പറയുന്ന പഴയ ബോംബെയിലേക്കൊക്കെ അദ്ദേഹത്തിനെ ക്ഷണിച്ചു കൊണ്ടുപോകും. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം തന്നെ നേരെ അദ്ദേഹത്തിന്റെ പരിപാടി കഴിഞ്ഞാൽ ഗുരുവായൂർക്ക് വരും. എന്നതിന് ശേഷം അദ്ദേഹം അത് തന്ത്രിയെ ഏൽപ്പിക്കും. ഇന്നത്തെ അത്ര തിരക്കുള്ള കാലമൊന്നുമല്ല. എന്തിനാണ് അത് ഏൽപ്പിക്കണത് എങ്കിൽ, ആ ദ്രവ്യമെങ്കിൽ ഗുരുവായൂരപ്പനൊരു ഉദയാസ്തമന പൂജ കഴിക്കാൻ. ഇന്നത്തെ പോലെ അനേകം ഭക്തന്മാരൊന്നും അന്ന് ഉദയാസ്തമന പൂജ കഴിക്കാൻ ഉണ്ടായിരുന്നില്ല. ഒരു പ്രയാസവും ഇല്ലാണ്ടേ ആ ദ്രവ്യം ഉപയോഗിച്ച് അന്ന് ഭഗവാന് ഉദയാസ്തമന പൂജ കഴിക്കും. ഇങ്ങനെ അനേകം ഉദയാസ്തമന പൂജകൾ. അങ്ങനെ തൻ്റെ ശബ്ദം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ പറയാം ഭഗവാനെ അന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമോ ഇന്ന് ആ ഗുരുവായൂരപ്പൻ എന്റേതാണ് ചെമ്പൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകം മുഴുവനും
ആ പേര് അറിയിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള സംഗീത കച്ചേരി തൻ്റെ പ്രിയപ്പെട്ട ഏകാദശിയോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു വളരെ കുറച്ച് സമയം പങ്കെടുക്കാൻ അനേകം സംഗീത വിദ്വാൻമാര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്. കാരണം എന്താ? ആ ചെമ്പയെ അനുഗ്രഹിച്ച ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കും. ഇതന്നെയാണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഭഗവാന് സമർപ്പിച്ച് ശീലിക്കൂ. ആ ഭഗവാനെ സന്തോഷിപ്പിക്കൂ. ഭഗവാനെ സന്തോഷാവണമെന്ന് പ്രാർത്ഥിക്കൂ. ഇതാണ് അതിൻ്റെ കാര്യം. കിഴക്കേ നടയിൽ ഇന്ന് കാണുന്ന മേൽപ്പത്തൂർ ഓഡിറ്റോറിയം നിൽക്കുന്ന ഭാഗത്തായിരുന്നു പഴയത്ത് മാളിക. അവിടെ ഗുരുവായൂരപ്പൻ്റെ ഓദിക്കന്മാരില് ഒരു കുടുംബമാണ് പഴയം ഓദിക്ക കുടുംബം. അവരുടെ ആ കെട്ടിടത്തിലായിരുന്നു, മാളികയിലായിരുന്നു മേൽപ്പത്തൂര് വിശ്രമിച്ചിരുന്നത്. ഉച്ചപൂജ വരെ രചന എന്ന് തീരുമാനിച്ചു. ഭഗവാന്റെ ക്ഷേത്രത്തിൽ എവിടെ ഇരുന്ന് രചന നടത്തണം? തനിക്കാണെങ്കിൽ ഇരിക്കാൻ നല്ല പ്രയാസം. പിന്നെയോ ഭഗവാനെ ദർശിക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ അനേകം ദുഃഖങ്ങൾ ഈ ഭഗവാനെ കണ്ട് അതിനൊരു നിവൃത്തി വരുത്താൻ വരുന്നവരാണ്. ദുഃഖിതന്മാരാണ് വരുന്നവര്. അവർ ഭഗവാനെ ദർശിച്ച് സമാധാനത്തിനായി വരുന്ന അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര്. പട്ടേരി വിചാരിച്ചു, ഈ വയ്യാത്ത തന്നെ കണ്ട് അവർക്ക് മനസ്സിനൊരു പ്രയാസാവരുത്. ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വരുന്നവരൊക്കെ പ്രയാസം ഉണ്ടാവരുത്. അതുകൊണ്ട് കൊടിമരം കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തെക്ക് ഭാഗത്തുള്ള അകത്തുകെട്ടും പടിയിൽ ഇരിക്കാം. അങ്ങനെ ഉറപ്പിച്ചു. അവിടെയാകുമ്പോൾ തനിക്ക് കയറിയിരിക്കാൻ പ്രയാസമില്ല. ആ അകത്തുകെട്ടും പടിയിലിരുന്ന് പതുക്കെ കാൽ മുകളിലേക്ക് എടുത്തു വയ്ക്കാം. ഭഗവാനെ നമസ്കരിക്കാൻ എളുപ്പം. മാത്രല്ല, ഇടയ്ക്കൊന്ന് ചാരണമെന്ന് തോന്നിയാൽ പുറകിൽ ചുമരിലേക്കൊന്ന് ചാരാം. രണ്ടായി തുറന്നു വെച്ച ആ വാതിലിൻ്റെ ഒരു പൊളിയുടെ മറവുള്ളത് കൊണ്ട് പെട്ടെന്ന് ആരും തന്നെ കാണൂല്ല. ഇതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയ കാര്യം, അവിടെ ഇരുന്ന് ഒന്നങ്ങട് ഏന്തി നോക്കിയാൽ സുഖമായിട്ട് ഭഗവാനെ ദർശിക്കാം. ഇങ്ങനെ തനിക്ക് അനുകൂലമായ അനേകം ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് മേൽപ്പത്തൂര് അവിടെ ഇരുന്ന് നാരായണീ രചന നടത്തിയത്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ അന്ന് ഭഗവാന്റെ കിഴക്കേ വാതിൽ മാടത്തിലേക്ക് അഗ്നിനാളങ്ങൾ സ്പർശിച്ചതേയില്ല, വന്നില്ല. എന്താ കാരണം? തൻ്റെ മേൽപ്പത്തൂര് ഇരുന്ന് നാരായണീ രചന നടത്തിയ ആ ശിലാതളിമങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഹാനിയും ഉണ്ടാകരുത്. മേൽപ്പത്തൂര് എവിടെ ഇരുന്നിട്ടാണ് നാരായണീയം രചിച്ചതെന്ന് വരും തലമുറകൾക്ക് മനസ്സിലാക്കാൻ പാകത്തില് ആ ഭാഗത്ത് ഒരു ഫലകം സ്ഥാപിച്ച് വിളക്ക് വെച്ച് ഗുരുവായൂരപ്പൻ അത് ഇന്നും സംരക്ഷിച്ചു വരുന്നുണ്ട്. നാരായണീയ രചന തുടങ്ങുന്ന ദിവസം മേൽപ്പത്തൂര് രാവിലെ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുത് തൻ്റെ പതിവ് ജപവും ദേവവന്ദനവും ഗുരുവന്ദനവും കഴിഞ്ഞ് അകത്തുകെട്ടുംപടിയിൽ ഭഗവാനെ നമസ്കരിച്ചങ്ങടിരുന്നു. ഭഗവാനെ തന്നെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ച് ഇനി താൻ എങ്ങനെ തുടങ്ങണം എന്നു മാത്രം
ആലോചിച്ച് കണ്ണടച്ചിരിക്കുകയാണ്. ഇത്രയുമായപ്പോഴേക്കും ഗുരുവായൂരപ്പൻ ഒരു 3-3.5 വയസ്സുകാരന്റെ ആ പ്രായത്തില് സർവാലങ്കാര വിഭൂഷിതനായി മേൽപ്പത്തൂരിന്റെ മുൻപിൽ സന്നിഹിതനായിട്ടിരുന്നു. എന്നാൽ ഒരു പ്രത്യേകത അതെന്താണെങ്കിൽ, ഇപ്പോൾ മേൽപ്പത്തൂരിന് തൻ്റെ മുമ്പിൽ സന്നിഹിതനായിട്ടിരിക്കുന്ന ഭഗവാനെ ദർശിക്കാൻ ആവുന്നില്ല, കാണുന്നില്ല മേൽപ്പത്തൂര്. എപ്പോഴാണോ ഭഗവാൻ മേൽപ്പത്തൂരിന്റെ മുന്നിൽ സന്നിഹിതനായത്, ആ നിമിഷം അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടായി. അദ്ദേഹം തീർച്ചയാക്കി അങ്ങനെയാണെങ്കിൽ ആ ആനന്ദത്തെ മുൻനിർത്തി തുടങ്ങാം. അങ്ങനെയാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പാ ശരണം. ഹന്തഭാഗ്യം ജനാനാം. ഇവിടെ കാണാം മേൽപ്പത്തൂര് പറയണത് ജനങ്ങളുടെ മഹാഭാഗ്യം. എന്ത്? തൽ ബ്രഹ്മതത്വം ഗുരുപവനപുരേ ഭാതി. ഗുരുവായൂരില് ആ സാക്ഷാൽ പരബ്രഹ്മം പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് തൽ ബ്രഹ്മതത്വം സാക്ഷാൽ ഗുരുപവനപുരേ ഭാതി. എന്താണ് മേൽപ്പത്തൂര് ഹന്തഭാഗ്യം ജനാനാം, ജനങ്ങളുടെ മഹാഭാഗ്യം എന്ന് പറഞ്ഞത്? മറ്റൊന്നുമല്ല, ആ ബ്രഹ്മതത്വം അങ്ങനെ തന്നെ പ്രത്യക്ഷത്തിൽ ഇവിടെ ഗുരുവായൂരിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തേ പട്ടേരി ആ ബ്രഹ്മതത്വം എന്ന് പറഞ്ഞത്? ഉത്തരം വ്യക്തം. വേറൊന്നുമല്ല, ഭാഗവതാനുസാരിയായി പറഞ്ഞാല് ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം ആ ദിവ്യ ചൈതന്യം ഭാഗവതത്തിലേക്ക് മറഞ്ഞിരുന്നു. എന്നാൽ അതിനു മുമ്പ് ബലരാമനായി അവതരിച്ച ഭഗവാൻ അനന്തൻ നേരത്തെ തന്നെ തൻ്റെ മാനുഷവേഷം ഉപേക്ഷിച്ചിരുന്നു. ഭഗവാനെ കാത്തിരുന്ന് ആ സംഘർഷണ ഭഗവാൻ, അനന്തനായിട്ടുള്ള ഭഗവാൻ, നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വധാമഗമനം കഴിഞ്ഞിട്ടുള്ള ആ ഭഗവാനെ കാത്തിരുന്ന് കാണാതെ കുറെ കഴിഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അത്രേ. അങ്ങനെയുള്ള ആ അനന്തന്റെ അവതാരമാണ് മേൽപ്പത്തൂര് എന്ന് ഭക്തന്മാര് പറയാറുണ്ട്. മേൽപ്പത്തൂരിന്റെ ജന്മസ്ഥലമായ ചന്ദനക്കാവിന്റെ പഴയ പേര് അനന്താവൂര് എന്നാണ് താനും. അങ്ങനെ അന്വേഷിച്ച് അവസാനം ഗുരുവായൂരെത്തി ഭഗവാനെ ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ബോധ്യായി, താൻ അന്വേഷിച്ചിരുന്ന ആ ഭഗവാൻ ആര്? ഗോപികളുടെ ഗൃഹത്തിൽ പോയി വെണ്ണയും പാലും കട്ടതുന്ന ആ ശ്രീകൃഷ്ണൻ, ഗോപികളുമായി രാസലീല ആടിയ ഭഗവാൻ,
വൃന്ദാവന വിഹാരിയായ ശ്രീകൃഷ്ണൻ ദേവകി വസുദേവന്മാരിൽ നിന്നും അവതരിച്ച് ആ പരബ്രഹ്മം തൽ ബ്രഹ്മം താവൽ ഭാതി. അതുകൊണ്ടാണ് മെൽപ്പത്തൂര് പറഞ്ഞത്, ഹേ ജനങ്ങളെ, ആ ബ്രഹ്മതത്വം അങ്ങിനെ തന്നെ പ്രത്യക്ഷമായി ഇവിടെ ഈ ഗുരുവായൂരിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് മഹാഭാഗ്യം. പിന്നെ ആ ഭഗവാൻ എങ്ങനെയാണ്? സാന്ദ്രാനന്ദാവബോധാത്മകം. ഭഗവാന്റെ രണ്ടു രൂപമാണ്, ആനന്ദവും അവബോധവും. സാന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുത്തത്, കനത്തത് എന്നൊക്കെ അർത്ഥാണ് ഉള്ളത്. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം ആനന്ദമാണ്, ഒന്ന്. രണ്ട്, അവബോധവും. ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. നമ്മൾ ഭഗവാനെ ദർശിക്കുന്ന മാത്രയിൽ തന്നെ ഏതൊരാൾക്കും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത ആനന്ദം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ഭഗവാനുമായി ഏതെങ്കിലും വിധത്തിൽ സംഘം അഥവാ ചേർച്ച വരുമ്പോഴാണ് ആ ആനന്ദം അപ്പൊ നമ്മളിലേക്കും ഒഴുകി വരുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ആനന്ദം ഉണ്ടാവുന്നത് ഭഗവാനെ ദർശിക്കുമ്പോൾ. അതുപോലെ തന്നെ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. എല്ലാവിധത്തിലുള്ള അറിവുകളും ജ്ഞാനം ഈ ഭഗവാനെ ആണ് ആശ്രയിച്ച് ഇരിക്കുന്നത്. വാസുദേവ പരം ജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാരായണീയം സാന്ദ്രാനന്ദാവ എന്ന് പറഞ്ഞ് ആനന്ദത്തിലൂടെ ആരംഭിച്ച് സാന്ദ്രാനന്ദതനോ ആനന്ദരൂപ എന്നൊക്കെ പറഞ്ഞ് ആനന്ദത്തിലൂടെ പുരോഗമിച്ച് ആനന്ദത്തെ തന്നെ അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള ഭഗവാന്റെ അടുത്ത പ്രത്യേകത എന്താണ്? അനുപമിതം, ഒന്നിനോടും ഉപമിക്കാനാവാത്തതാണ് ഈ ഭഗവാൻ. അതായത് ശ്രീ ഗുരുവായൂരപ്പനെ പോലെ മറ്റൊന്ന് ഇല്ല. ഇനി ഗുരുവായൂരപ്പന്റെ ക്ഷേത്രമാണെങ്കിലും അതെ, രാവിലെ വളരെ കാലനേരത്തെ തന്നെ 2:30-3 മണിയോടുകൂടി തുടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ ആ അനേകം പൂജകള്, താന്ത്രികമായ അനേകം ക്രമങ്ങള്, ഇത്രയധികം ഉദയാസ്തമന പൂജകള്, ഇതൊന്നും ഉള്ള വേറൊരു ക്ഷേത്രം അതുപോലെ വേറൊന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ കാര്യം. ഇതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ പോലെ അനുഗ്രഹദായകത്വം ഉള്ള ഒരു ഈശ്വരൻ നമ്മൾ ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയതുമായ എല്ലാം അനുഗ്രഹിച്ച് നൽകി, എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ഈശ്വരൻ വേറെ ഇല്ല. ഇതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ അനുപമിതം എന്ന് പറയണത്. ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. ദേശം, കാലം എന്നിവയ്ക്ക് അതീതമായത്. പരബ്രഹ്മസ്വരൂപമായ ഭഗവാൻ ദേശം, കാലം എന്നിവയുടെ ഒരു പരിധിക്ക് മുഴുവനും അപ്പുറത്താണ്. ഗുരുവായൂരപ്പന് ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഭാഷയുടെയോ
ഇനി അതുപോലെ തന്നെ മനുഷ്യൻ എന്നോ മൃഗം എന്നോ ജന്തുക്കൾ എന്നോ ഒന്നും തന്നെ ബാധകമല്ല. അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇതിനൊന്നും ഒരു പരിധിയുമില്ല ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന്. ഗുരുവായൂരെന്നല്ല, ലോകത്തിന്റെ എവിടെയും ഏതു കോണിലുമിരുന്ന് ഗുരുവായൂരപ്പ എന്ന് ആത്മാർത്ഥമായി വിളിച്ചാൽ, നമ്രാണാം സന്നിധത്തെ എന്ന് പറഞ്ഞ് ഒന്ന് നമസ്കരിച്ചാൽ രക്ഷയ്ക്കായി അനുഗ്രഹിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ കൈകൾ വരുന്നുണ്ട്. ആ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് നമുക്ക്. എന്താ അദ്ദേഹത്തിന്റെ സമ്പ്രദായം? വേണ്ടി വന്നാൽ ആനയെ കൊണ്ട് സ്തുതിപ്പിക്കാനും, ഭാഗവതം നോക്കിയാൽ കാണാം ഗജേന്ദ്ര ഉവാച എന്നുള്ളത്. അത് ആ പരബ്രഹ്മസ്വരൂപനായ ഗുരുവായൂരപ്പന്റെ കാരുണ്യാണ്. ജന്തുവിനെ കൊണ്ട് സംസാരിപ്പിക്കാനും യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീധരാചാര്യ സ്വാമികളുടെ വളരെ വലിയ ഭാഗവത വ്യാഖ്യാനത്തിൽ കാണാം, മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അത്ര വളരെ വലിയ കാരുണ്യമാണ് ഗുരുവായൂരപ്പനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ അന്നൊരിക്കല് ശ്രീലകത്തുനിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞത്, അമരന്മാർക്ക് മാത്രമുള്ളതല്ല താൻ, മരങ്ങളുടെയും കൂടിയും പ്രഭുവാണ് എന്ന്. മരപ്രഭു എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് കാരുണ്യം കൊണ്ട്. ആ കാരുണ്യം വരുന്നവർക്ക് മുഴുവനും ഇത് മനസ്സിലാക്കാൻ പാകത്തില് ഇന്ന് അവിടെ തെക്കേ നടയില് മരപ്രഭുവിൻ്റെ ഒരു വളരെ വലിയ വിഗ്രഹം അവിടെ ഉണ്ടാക്കി വെച്ചത് കാണാം. എന്താണെങ്കിൽ സർവതപാണിപാദം തൽ സർവതോക്ഷിശിരോ മുഖം. എപ്പോ നമ്മൾ നമസ്കരിച്ചാലും എന്തായാലും സ്തുതിച്ചാലും ഗുരുവായൂരപ്പനെ അല്ലാതെ വേറൊരാളെയും നമുക്ക് നമസ്കരിക്കാനോ സ്തുതിക്കാനോ ആവില്ല. അങ്ങനെ ദേശം, കാലം ഇവയുടെ യാതൊരു തരത്തിലുള്ള പരിമിതിയും പരിധിയുമില്ലാത്തതാണ് ഭഗവാൻ. എന്നാൽ അതുപോലെ തന്നെ മായയോട്, ദേശം, കാലം എന്നിങ്ങനെയുള്ള മായയുടെ ആ ഭാവങ്ങളോടൊട്ടും തന്നെ ഒട്ടലില്ലാത്തതാണ് ഗുരുവായൂരപ്പൻ. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പനാകട്ടെ വേദങ്ങളാൽ, ശ്രുതികളാല് പ്രകാശിപ്പിക്കപ്പെട്ടതാണ്. ഭാഗവതം വേദത്തെ നിന്നും ഉണ്ടായതാണ്. അതുപോലെ തന്നെ ആ വേദാനുസാരിയായ ഭാഗവതത്തിൽ നിന്നുണ്ടായ നാരായണീയവും ഇതുപോലെ തന്നെ പ്രകാശിപ്പിക്കുന്നത് ആ വേദത്താൽ സ്തുതിക്കപ്പെട്ട പരമപുരുഷനായ പരബ്രഹ്മ സ്വരൂപനായ ആ ഭഗവാനെയാണ്, ഗുരുവായൂരപ്പനെയാണ്. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ആദ്യ ദർശനത്തിൽ സ്പഷ്ടമല്ലാത്തത്, ഗുരുവായൂരപ്പനെ ആദ്യമായി ദർശിക്കുമ്പോൾ നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ? പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. എന്നാൽ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഈ അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് ഗുരുവായൂരപ്പൻ എന്താ അങ്ങനെ പറയാൻ? നമ്മൾ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാവാം പലപ്പോഴും, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പോയി തൊഴുകണത്, ഒന്ന് ദർശിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർക്ക് എത്തണത്.
ആ ദർശനമാത്രയിൽ ഭഗവാന്റെ മഹിമ നമ്മൾക്ക് വേണ്ടത്ര മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്നാൽ ആ ഗുരുവായൂരപ്പൻ നമ്മളില്, നമ്മുടെ മനസ്സില് ഒരു കൊളുത്ത് അവിടെ കൊളുത്തി വെക്കുന്നുണ്ട്. എന്താ കാരണം? ഇവൻ നീ എങ്കടാച്ച ഓടിക്കോട്ടെ, സംശയിക്കാനൊന്നുമില്ല, എൻ്റെ അടുത്തേക്ക് ഇവൻ വരും. അതാ ഭഗവാൻ അറിയാം. ക്രമേണ നമുക്ക് തോന്നാൻ തുടങ്ങും, വീണ്ടും ഗുരുവായൂരപ്പനെ ദർശിക്കണം, നാമം ജപിക്കണം, നാരായണീയം വായിക്കണം, പിന്നെ പിന്നെ ഇതൊന്നും ഇല്ലാതെ വയ്യ എന്ന അവസ്ഥയാവും. അങ്ങനെ നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ഓരോന്നോരോന്നായി നമ്മൾ പ്രാർത്ഥിക്കാൻ ഭഗവാനോട് വിട്ടുപോയതും കൂടിയിട്ട് അനുഗ്രഹിച്ചു നൽകി അവസാനം നീ എൻ്റേതാണ്, ഇനി നീ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞ് പരമാനന്ദഗതി കൂടി നൽകിയിട്ട് ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പനും നാരായണീയത്തിനും ചില പൊതുവായ അതിന് ഒരുപോലെയുള്ള ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം. നമുക്കത് വീണ്ടും ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് സ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.